നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്ക് ഇന്നും കുറച്ച് സാഹിത്യവും ചരിത്രവും ഒക്കെ പറയാം അല്ലേ? അപ്പോൾ ഞാൻ തുടങ്ങാം. ഹിന്ദുസ്ഥാനം കൊള്ളയടിച്ച് മടങ്ങുന്ന ഏതോ സുൽത്താന്റെ സൈന്യം സ്വർണവും രത്നവും വാരിക്കൂട്ടിയതിനു പുറമെ ഒട്ടേറെ കുട്ടികളെയും സംഭരിച്ചു. അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അടിമകളാക്കുവാൻ വേണ്ടി. ഇടയ്ക്ക് ഓരോ കുട്ടികൾ ചത്തു വീഴും. ചത്തവരെ കാലുകൊണ്ട് തട്ടി നീക്കി ജീവനുള്ളവയെ തെളിച്ചുകൊണ്ട് സുൽത്താന്റെ സൈന്യം നീങ്ങി. അലിയെയും ഗോവർദ്ധനെയും ചേട്ടനും അനിയനുമാക്കി തീർത്ത അവരുടെ അച്ഛനമ്മമാരെയോ കുടുംബത്തെയോ പറ്റി അവർക്കിരുവർക്കും ഓർമ്മ നശിച്ചിരുന്നു. ഓരോ ആക്രമണത്തിനും ശേഷം അടിമകളെ പിടിച്ച് തെളിച്ചു കൊണ്ടുപോയിരുന്ന സുൽത്താൻമാർ ഹിന്ദുക്കളെ കൊല്ലുന്നത് എന്ന അർത്ഥത്തിൽ വിളിച്ച ഹിന്ദു കുഷ് മലയിടുക്കുകൾ കൊല്ലുക മാത്രമല്ല ചെയ്തത്, ജീവിക്കുവാൻ സാധിച്ചവരിൽ നിന്ന് ഭൂതകാലം ചോർത്തിക്കളയുക കൂടിയായിരുന്നു. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവലായ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിൽ നിന്നുള്ളതാണ്. ആനന്ദാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഒരു കാൽപ്പനിക കഥാപാത്രത്തെ നമ്മൾ സിനിമയിൽ ലാലേട്ടൻ്റെ കാലാപ്പാനിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഗോവർദ്ധൻ ഷൂ നക്കുന്നത് കണ്ടിട്ടാണ് ഈ പ്രബുദ്ധ കേരളത്തിലെ കുറേ ആൾക്കാർ ചരിത്രം രചിച്ചിരിക്കുന്നത് വീര സവർക്കറാണ് ഷൂ നക്കിയത് എന്ന്. അതേപോലെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഗോവർദ്ധൻ എന്ന് പറയുന്നത്. ഈ ഗോവർദ്ധൻ്റെ യാത്രകളൊന്ന് വായിച്ചു നോക്കണം. എന്താ പറയുക, ശിക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് വണ്ണമില്ലാത്തത് കൊണ്ടാണ്. തൂക്കുകയറിന് പാകമായ കഴുത്തുള്ളത് കൊണ്ട് മാത്രം പിടിക്കപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യന്റെ പ്രതിനിധിയാണ് ഗോവർദ്ധൻ. ഈ ഗോവർദ്ധന് ഒരു സഹോദരനുണ്ട്, ഒരു അലി ദോസ്ത് എന്ന് പറഞ്ഞിട്ട്. ഈ അലി ദോസ്ത് ഈ വിജയിക്കുന്ന രാജാക്കന്മാർക്ക് കൈമാറപ്പെടുന്ന ഒരു അടിമയാണ്. ഇയാളുടെ ഇതെന്താന്ന് വെച്ചാൽ ഇയാളുടെ കർമ്മം ചെയ്യും. ഇയാൾ യാതൊരു മടിയുമില്ലാതെ എന്ത് ക്രൂരതയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് വിചിത്രമായ ശിക്ഷകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാർ കൈമാറുന്ന ഒരു അടിമയാണ് ഈ അലി ദോസ്ത്. അപ്പം ഞാൻ ഇന്നിത് ഓർക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഛാവ എന്ന സിനിമയെ പറ്റി കേട്ടിട്ടാണ്. ശിവജിയുടെ മകൻ സാംബാജിയെ ഔറംഗസേബ് ചെയ്യുന്ന ആ ക്രൂരതകൾ, ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ആ രംഗം കേട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ അലി ദോസ്തിനെ ഇന്ന് ഓർക്കാൻ കാരണം. ഈ അലി ദോസ്ത് ഹുമയൂണിൻ്റെ നിർദ്ദേശപ്രകാരം സഹോദരനായ കാമ്രാൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട്, അത് ഒരു സൂചി എടുത്ത് ഇങ്ങനെ കണ്ണിങ്ങനെ 50-51 കുത്തുകൾ കുത്തുകയാണ്. ആദ്യത്തെ കുത്തുമ്പോൾ ഈ അലി ദോസ്തിൻ്റെ കണ്ണിലേക്ക് ചോര തെറിച്ചിട്ട് ഈ അലി ദോസ്തിൻ്റെ കാഴ്ച മങ്ങുന്നുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മളെ അത് നമ്മൾ ഒരു ഇമാജിൻ ചെയ്തിട്ട് തന്നെ നമ്മളൊരു സിനിമ പോലെ നമ്മളെ മുമ്പിൽ ആവിഷ്കരിക്കപ്പെടുന്ന ക്രൂരതകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ അലി ദോസ്ത് ഇങ്ങനെ എന്നിട്ട് 50 60 പ്രാവശ്യം 2 കണ്ണിലും മാറി മാറി കുത്തി കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ കണ്ണുകളിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വിചിത്രമായ ശിക്ഷകൾ നടപ്പാക്കിയിരുന്ന ഈ മുഗളന്മാർ ഈ ഔറംഗസേബിൻ്റെ കയ്യിലാണ് സാംബാജിയെ പിടികിട്ടിയത്. അപ്പോൾ എന്തുമാത്രം ഈ പീഡനമായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊന്നും കാൽപ്പനികമായ കഥകളല്ലല്ലോ. ഒരു ജനതയുടെ, ഹൈന്ദവതയുടെ അതിജീവനത്തിന് വേണ്ടി നമ്മുടെ പൂർവികർ അനുഭവിച്ചു തീർത്ത പീഡനത്തെക്കുറിച്ചാണ്. ഇതൊരു സിനിമയല്ല, കാൽപ്പനികമായ കഥയല്ല. ഗുരു ഗോവിന്ദ് സിംഗും അദ്ദേഹത്തിൻ്റെ രണ്ട് പുത്രന്മാരുമൊക്കെ അന്ന് അനുഭവിച്ചത് ഒന്നും കഥയല്ല, കാൽപ്പനികതയല്ല. നമ്മുടെ ആ അതിജീവനത്തിന് വേണ്ടി അവർ അനുഭവിച്ച് തീർത്തത് കൊണ്ടാണ് നമ്മളിന്ന് കുറച്ചു പേരെങ്കിലും സ്വാഭിമാനികളായിട്ട് മറ്റു കുറച്ച് പേരുകൾ ഹിന്ദു നാമധാരികളായിട്ട് ഒരു അഭിമാനവുമില്ലാതെ സ്വന്തം കാര്യം നോക്കി ഒറ്റുകൊടുത്തും ഒക്കെ ജീവിക്കാൻ അവരാണ് വഴിവെച്ച് തന്നത്. നന്ദിയുള്ള, കൃതജ്ഞതയുള്ള, സ്വാഭിമാനമുള്ള ഹിന്ദുവായിരിക്കുക എന്നുള്ളതാണ് ഏതൊരു ഹിന്ദുവിൻ്റെയും ഏതൊരു ഭാരതീയൻ്റെയും കർത്തവ്യം. അത് ഞാൻ ആ ഒരു ഛാവ എന്നുള്ള സിനിമയുടെ ആ ഒരു മുഹൂർത്തം കേട്ടപ്പോൾ ഞാൻ ഈ സിനിമ കാണില്ല, കാരണം എനിക്ക് വയലൻസ് കാണാൻ പറ്റില്ല. അപ്പം ഞാനിത് വായിച്ചത് കൊണ്ട് തന്നെ അത് ഇമാജിൻ ചെയ്യാൻ പറ്റി. കുന്തത്തിൽ കോർക്കുകയും പച്ചയ്ക്ക് കത്തിക്കുകയും തോലുരുക്കുകയും ഒക്കെ ചെയ്യുന്ന
ഒരു മൃഗീയമായ എല്ലാ മൃഗീയമായ കർമ്മങ്ങളും ചെയ്യുന്ന ഒരു അടിമയാണ് ഈ അലി ദോസ്ത്. എന്നിട്ട് അയാൾ നിർമ്മമനായിട്ട് അയാൾ ഇങ്ങനെ ഓരോ സൈന്യത്തെക്കുറിച്ചും ഇങ്ങനെ പറയുന്നുണ്ട്. അത് അക്ബറിന്റെ സൈന്യമാണ്, അത് ഗോറിയുടെ സൈന്യമാണ്, അത് ഗസ്നിയുടെ സൈന്യമാണ്, അത് അലാവുദ്ദീന്റെ സൈന്യമാണ് എന്നൊക്കെ. അയാൾക്ക് ഇങ്ങനെ കടന്നു പോകുന്ന പടയോട്ടങ്ങൾ മാത്രമാണ് അയാളുടെ ജീവിതം. കാരണം ഭാരതം കടന്നുപോയ പടയോട്ടങ്ങൾ, നമ്മുടെ ജനത അനുഭവിച്ച് തീർത്ത പീഡനങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കേണ്ടതാണ്, വേദനിപ്പിക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സുഖവും ഒക്കെ അവരന്ന് ചിന്തിയ ചോരയാണെന്ന് നന്ദി വേണം, കൃതജ്ഞത വേണം. അപ്പോൾ ഈ ഈ സാംഭാജിയെ അന്ന് ക്രൂരമായി പീഡിപ്പിച്ച ഈ ഔറംഗസേബിന്റെ ചില സ്വഭാവങ്ങൾ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ വായിച്ചു. ഞാനതൊന്ന് വായിക്കുകയാണ്. നമ്മൾ ഈ കണ്ടതൊന്നും സിനിമയല്ല, അതൊരു കഥയല്ല. അദ്ദേഹം ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടിയിട്ട്, ഹൈന്ദവന്റെ സ്വാഭിമാനത്തിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ചതാണ്. ആ ഔറംഗസേബ് എത്രമാത്രം ക്രൂരനായിരുന്നു. ഇന്നിപ്പോൾ ഈ ഇടത് ജിഹാദി കോൺഗ്രസ് എക്കോസിസ്റ്റം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. കൂലി എഴുത്തുകാരെ, ചരിത്രകാരന്മാരെ വെച്ചിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ മുഗളന്മാരുടെ വികൃതമായ മുഖം, ക്രൂരമായ മുഖം, ഒരു രാജ്യം അല്ലെങ്കിൽ പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ ഒരു ചുമന്ന പട്ടെടുത്ത് പുതച്ച് സിംഹാസനത്തിലിരിക്കുമത്രേ. ആ പുതച്ചിരിക്കുന്ന സമയം മുഴുവനും ആ പടയാളികൾ, സൈന്യം പോയി ആ നഗരത്തിലെ, ആ പ്രദേശത്തെ സ്ത്രീകളെ മുഴുവനും ബലാത്സംഗം ചെയ്യണം, കുട്ടികളെ മുഴുവൻ കൊല്ലണം, പുരുഷന്മാരെ മുഴുവൻ കൊല്ലണം. ഈ രാജാവ് പച്ചപ്പെട്ടെടുത്ത് പുതയ്ക്കുന്നത് വരെ കൊള്ളിവെപ്പും ബലാത്സംഗവും കൊലപാതകവും തീവെപ്പും കൊള്ളയും തുടർന്നുകൊണ്ടിരിക്കണം. അത്രയേറെ ക്രൂരന്മാരായിരുന്ന ആ മുഗളന്മാരെയാണ് ഈ ചരിത്രം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അന്ന് ഛത്രപതി സാംഭാജിയെ അത്ര ക്രൂരമായി പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്ന ആ ഔറംഗസേബിന്റെ ചില സ്വഭാവങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. 89 വർഷം നീണ്ടുനിന്ന ജീവിതത്തിൽ ഈ ഔറംഗസേബ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുള്ള കുറച്ച് മഹത്തായ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അച്ഛനെ തടവിലാക്കിയ മകൻ, ഷാജഹാനെ തടവിലാക്കിയ ശേഷം ശുദ്ധജല വിതരണം പോലും തടഞ്ഞിരുന്നു ഔറംഗസേബ്. മലിനജലം കുടിച്ചാണ് ഷാജഹാൻ വാർദ്ധക്യകാലത്ത് ജീവൻ നിലനിർത്തിയത്. മഹാനായ മൂത്ത ജ്യേഷ്ഠൻ ദാരാ ഷിക്കോവിനെ, മകൻ സുലൈമാൻ ഷിക്കോവിനെയും ദാരയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെയും മുന്നിൽ വെച്ച് കൊന്ന അനുജൻ. അച്ഛൻ്റെ പ്രിയപുത്രൻ്റെ ഛേദിക്കപ്പെട്ട ശിരസിൽ വീണ്ടും വീണ്ടും വെട്ടി വികൃതമാക്കിയ ശേഷം അച്ഛനും മൂത്ത സഹോദരി ജഹനാരയ്ക്കും കാണുവാനായി തളികയിൽ കൊടുത്തയച്ചു ഔറംഗസേബ്. ജ്യേഷ്ഠന്റെ മക്കളായ സുലൈമാനെയും സിഫിറിനെയും ഔറംഗസേബ് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. സൂഫിവര്യനായ സർമദിനെ കൊന്ന മതഭീകരൻ, മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിച്ച, ദൈവത്തിന് മതമില്ലെന്ന് വിശ്വസിച്ച സൂഫി സന്യാസിയെ നേരിട്ടാണ് ഔറംഗസേബ് വധിച്ചത്. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട ഔറംഗസേബിനോട് ലാ ഇലാഹ എന്ന് പറഞ്ഞു നിർത്തുകയായിരുന്നു സർമദ്. ദാരാ ഷിക്കോവിനെ തോൽപ്പിക്കാൻ കൂടെ നിന്ന സഹോദരൻ മുറാദിനെ വിരുന്നിന് വിളിച്ച് ചതിയിൽ പിപ്പനീർ കൊടുത്ത് ഭ്രാന്താക്കി 8 കൊല്ലത്തോളം ജയിലിലിട്ട് നരകിപ്പിച്ച ശേഷം കൊന്ന ഒന്നാന്തരം സാഡിസ്റ്റ്. മറ്റൊരു സഹോദരൻ ഷാഷൂജയെ ബർമീസ് അതിർത്തി വരെ കൊല്ലാൻ ഓടിച്ചവൻ. അവസാനം കൺമുന്നിൽ വെച്ച് ബർമയുടെ രാജാവ് മകളെ മാനഭംഗപ്പെടുത്തുന്നത് കാണേണ്ടി വന്ന ഷാഷൂജ ചരിത്രത്തിൽ നിന്നു തന്നെ എങ്ങോട്ടേക്കോ പോയി മറഞ്ഞു. കൂടെ നിന്നാണ് സഹോദരന്മാരെ ഈ ഔറംഗസേബ് ചതിച്ചത് എന്നോർക്കണം. മകളുടെ അന്തഃപുരത്തിൽ കടന്ന അവളുടെ കാമുകനെ അയാൾ ഒളിച്ചിരുന്ന വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഭരണിയിൽ തന്നെ മൂടിക്കെട്ടി വേവിച്ചു കൊന്ന കാരുണ്യവാൻ. ശത്രുവിനെ ഇങ്ങനെ തിളപ്പിച്ചു പുഴുങ്ങിക്കൊല്ലുന്ന ഹോബി ചരിത്രത്തിൽ ചെങ്കിസ് ഖാന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. സിഖ് കുഞ്ഞുങ്ങളെ അമ്മമാരുടെ മുന്നിൽ വെച്ച് നിഷ്ഠൂരമായി വധിക്കുന്നതിൽ ഔറംഗസേബ് വല്ലാത്ത സന്തോഷം കണ്ടെത്തിയിരുന്നു പോലും. മതം മാറാൻ വിസമ്മതിച്ച ഭായിമതിയെ തൊലിയുരിച്ചു കൊന്നതും ഔറംഗസേബ് തന്നെ. ദയാൽദാസിനെ എണ്ണയിലിട്ട് വറുത്തു കൊന്നതും ഇതേ ഔറംഗസേബായിരുന്നു. സതീദാസിനെ പഞ്ഞു ചുറ്റി ജീവനോടെ കത്തിച്ച
കണ്ട് രസിച്ചതും ഔറംഗസേബ് തന്നെ. ഷാജഹാനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് അന്തപുരത്തിൽ എത്തപ്പെട്ട ഒരു ബ്രാഹ്മണ ജ്യോത്സ്യന്റെ പുത്രി. അപ്പൊ ഷാജഹാൻ മലിനജലം കുടിച്ചു മരിച്ചൊന്നും വെറുതെ അല്ല, കർമ്മഫലാണ്. ഷാജഹാനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് അന്തപുരത്തിലെത്തപ്പെട്ട ഒരു ബ്രാഹ്മണ ജ്യോത്സ്യന്റെ പുത്രി ഔറംഗസേബിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖം പൊള്ളിച്ച് വികൃതമാക്കിയതായി ഫ്രാങ്കോയിസ് ബെർണിയർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം, മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവ അടക്കം 100 കണക്കിന് ഹൈന്ദവ ആരാധനാലയങ്ങളെ തകർത്ത അക്കാലത്തെ താലിബാൻ ഭീകര നേതാവ്. മുത്തച്ഛനായ അക്ബർ നിർത്തിയ ജസിയ നികുതി വീണ്ടും കൊണ്ടുവന്ന മത തീവ്രവാദി. എല്ലാ വൃത്തികേടുകൾക്കും കൂടെ നിന്ന സഹോദരി റോഷനാരയെ പോലും അവസാന കാലത്ത് ഏകാന്ത തടവിൽ പാർപ്പിച്ച ശേഷം വിഷം കൊടുത്തു കൊന്നുകളഞ്ഞു. ആയ കാലത്ത് ടെററായിരുന്നുവെങ്കിലും ചാവാറായപ്പോൾ മരണഭയം കൊണ്ട് പാപമേതുമില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ വന്നു, പാപത്തിന്റെ ഭാണ്ഡവും എന്തി തിരിച്ചു പോകുന്നു എന്നിയാൾ കുമ്പസരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും പ്രാചീനമായ ആരാധനാലയം എന്ന് പറയാവുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഇയാൾ കാരണം തകർന്നു കിടന്നത് 350 വർഷങ്ങളാണ്. മൂലസ്ഥാനം പള്ളിയാക്കി മാറ്റിയെങ്കിലും അടുത്തുള്ള സ്ഥലത്ത് എടുപ്പോടെ ക്ഷേത്രം പുനർനിർമ്മിച്ചു. ഇതൊക്കെയാണ് ഈ മുഗളന്മാർ നമ്മുടെ ഭാരതത്തോട് ചെയ്തത്. ഈ മുഗളന്മാരുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് വിഭജനം സംഭവിച്ചത്. ചരിത്രമാണ് സാഹിത്യങ്ങളായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാഹിത്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ പുനർവായനകൾ വളരെ നല്ലതാണ്, എല്ലാവരും വായിക്കേണ്ടതാണ്. അത് എല്ലാം നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, സമാജത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. രാഷ്ട്രായ സ്വഹ ഇദം നമഃ.